CPM-ന്റെ പല പ്രമുഖന്മാരും പല ഇടത് സഹയാത്രികരും ഇതിനോടകം തന്നെ കൊഴിഞ്ഞുപോയി കഴിഞ്ഞു. പലരും CPM വിട്ട് കോൺഗ്രസിലും BJP-യിലും ഒക്കെ ചേക്കേറി. ചിലരെങ്കിലും UDF NDA സ്ഥാനാർത്ഥികളായി മത്സരത്തിനിറങ്ങുമെന്നും വ്യക്തം. ഇതിനിടെ PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. ഒറ്റപ്പാലത്ത് UDF സ്വതന്ത്രൻ എന്ന വാർത്തകളും ചർച്ചയായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ KTDC അധ്യക്ഷൻ PK ശശി സ്ഥാനം രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിനോ പാർട്ടിക്കോ എതിരെ ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ഇപ്പോഴും CPM-കാരനാണെന്നും ട്രേഡ് യൂണിയനിൽ ഉണ്ടെന്നും ശശി പറഞ്ഞു. ബുധനാഴ്ചയാണ് PK ശശി ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനും ടൂറിസം ഡയറക്ടർക്കും രാജിക്കത്ത് നൽകിയത്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ ശശി നിലവിൽ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ നായാടിപ്പാറ ബ്രാഞ്ചിലാണ്. എന്നാൽ തന്റെ ബ്രാഞ്ച് ഏതാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് നടപടിയിലെ അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന ശശി പാർട്ടി വിടുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയാകുമെന്നുമുള്ള അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശശിയെ അനുകൂലിക്കുന്നവർ പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ചിരുന്നു. ശശിയുടെ തട്ടകമായ മണ്ണാർക്കാട് മേഖലയിലെ അലനല്ലൂർ, കോട്ടോപ്പാടം, കാരാകുർശി, കാഞ്ഞിരപ്പുഴ, തച്ചമ്പാറ പഞ്ചായത്തുകളിലും മണ്ണാർക്കാട്, ചെർപ്പുളശ്ശേരി നഗരസഭകളിലും അട്ടപ്പാടിയിലും ശശിയെ അനുകൂലിക്കുന്നവർക്ക് ചെറുതല്ലാത്ത ശക്തിയുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് മണ്ണാർക്കാട് നൽകിയ സ്വീകരണത്തിൽ നിന്നും ശശി വിട്ടുനിന്നത് ചർച്ചയായിരുന്നു. ഏതായാലും യാത്രയിൽ നിന്നും ശശി വിട്ടുനിന്നു. PK ശശിയുമായി പ്രശ്നമുണ്ടെന്നും അതുകൊണ്ടാണ് ശശി ബ്രാഞ്ചിൽ ഇരിക്കുന്നതെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന ശശിയോട് നേതൃത്വത്തിനുള്ള നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു. രാജി വേഗത്തിലാക്കിയതിന് പിന്നിൽ MV ഗോവിന്ദന്റെ പ്രസ്താവനയും കാരണമാണെന്ന് കരുതുന്നവരുണ്ട്. നേതൃത്വത്തിന്റെ നിലപാട് ഇതാണെങ്കിൽ വീണ്ടും പാർട്ടിയിൽ തുടരുന്നതിനോട് ശശി അനുകൂലിക്കുന്നവർക്ക് എതിർപ്പുണ്ട്. സാധാരണ പാർട്ടിക്കാരനായി തുടരുമോ, UDF-നൊപ്പം ചേരുമോ, ജില്ലയിലെ അസംതൃപ്തരെ കൂട്ടി പുതിയ പാർട്ടി രൂപീകരിക്കുമോ, UDF പിന്തുണയോടെ മത്സരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്.